കേരളത്തിൽ നടുക്കിയ നടി ആക്രമണക്കേസിൽ അതിജീവിതയ്ക്ക് നിയമപോരാട്ടത്തിന് പിന്തുണയുമായി അവൾക്കൊപ്പം ലീഗൽ സപ്പോർട്ട് ട്രസ്റ്റ്. സെഷൻ കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ അതിജീവിത തീരുമാനിച്ചതായി ട്രസ്റ്റ് അറിയിച്ചു. പ്രോസിക്യൂഷൻ ഇതിനകം അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ട്. കേസിലെ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ 3 തവണ മാറിയതായും ദൃശ്യങ്ങൾ ചോർന്നതുമായ സംഭവങ്ങളിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് റിട്ട് ഹർജി സമർപ്പിക്കുമെന്നും ട്രസ്റ്റ് വ്യക്തമാക്കി. പൊതുസമൂഹത്തിന്റെ ആവശ്യം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഈ അതിജീവിതയോടൊപ്പം നിൽക്കുകയും അവളുടെ പോരാട്ടത്തിൽ പങ്കാളികളാവുകയും ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ഈ കാര്യത്തിന് മുൻകൈ എടുത്തത്. ഏത് കാര്യത്തിന്? ലീഗൽ സപ്പോർട്ട് ട്രസ്റ്റ്, അതായത് നിയമപരമായിട്ടുള്ള ഫൈറ്റിൽ ഞങ്ങളെ കൊണ്ടാവുന്ന വിധം സുപ്രീം കോടതി ലോയേഴ്സിനെ കൊണ്ടുവരാനും ഇനി അടുത്ത സ്റ്റെപ്പിലെങ്കിലും നല്ല ഒരു പോരാട്ടമെങ്കിലും കാഴ്ചവെക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് മനസ്സിൽ വെച്ചിട്ടാണ്. അതായത് ജയം എന്നുള്ളത് ഞങ്ങളുടെ കയ്യിലല്ല, അത് ജഡ്ജിമാരായി വരുന്ന ജുഡീഷ്യറിയുടെ ഭാഗത്ത് നിന്ന് ആരൊക്കെയാണ് തീരുമാനം എടുക്കാൻ വരുന്നത് വെച്ചാൽ അവരുടെ കയ്യിലാണ്. സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷക അഡ്വക്കേറ്റ് ബൃന്ദ ഗ്രോവർ അതിജീവിതയ്ക്കായി ഹാജരാകും. നിയമ നടപടികൾക്കായുള്ള സാമ്പത്തിക സഹായം പൊതുജനങ്ങളിൽ നിന്ന് അഭ്യർത്ഥിച്ച ട്രസ്റ്റ് ലഭിക്കുന്ന തുക ഈ കേസിനായി മാത്രം വിനിയോഗിക്കുമെന്നും കണക്കുകൾ പരസ്യമാക്കുമെന്നും അറിയിച്ചു. പത്രസമ്മേളനത്തിൽ അജിത കെ, ദീദി ദാമോദരൻ, ഭാഗ്യലക്ഷ്മി, മേഴ്സി അലക്സാണ്ടർ, ജോസഫ് കെ മാത്യു, പ്രകാശ് ബാരെ, സോണിയ ജോർജ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ടുഡേ കേരള. Shopika Weddings, the bridal legacy.